കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികൾ, ഓരോ ഉദ്യമങ്ങൾ, ഓരോ ജീവിത ലക്ഷ്യങ്ങൾ, അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ മക്കളുടെ കൂടെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാനും, പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ, കലഹങ്ങളുള്ളവർ, കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവർ, രോഗികൾ, പീഡിതർ, ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, കർത്താവ് കൾച്ചറിന് കൊടുത്തിരിക്കുന്നവർ, ബയോപ്സി കൊടുത്തിരിക്കുന്നവർ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ ജോലികൾ, വീടുകൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ട ജോലികൾ, ക്യാൻസലായ വിസകൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിൻ്റെ കുടുംബം നിലനിർത്തുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ ആശീർവദിക്കുന്നു, വിവാഹം ഒത്തുവരാത്തവരെ ആശീർവദിക്കുന്നു. റബ്ബറിൽ നിന്നും, കേര കർഷകരിൽ നിന്നും, മത്സ്യത്തൊഴിലാളികളിൽ നിന്നും തൊഴിൽ നഷ്ടപ്പെട്ടവരെയും വരുമാനം കുറഞ്ഞു പോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷത്തിന് സാക്ഷിയാക്കിയതിന് തിരുക്കുമാറിനും അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് മരിയ. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ കഴിഞ്ഞ 2026 ഫെബ്രുവരി 4-ാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2023 ഏപ്രിലാണ്. എൻ്റെ 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് നിൽക്കുമ്പോൾ അമ്മയുടെ കൂടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വരുന്നതാണ്. അമ്മ ഇന്നത്തെ ദിവസം 8ാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കി. ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണമായത് എൻ്റെ വിദേശ പഠനമാണ്. ഞാൻ 1 കൊല്ലമായി എൻ്റെ വിദേശ പഠനത്തിന് വേണ്ടി പ്രയത്നിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ IELTS എഴുതിയിട്ട് എനിക്ക് ഒരു മൊഡ്യൂളിന് മാത്രം സ്കോർ കുറഞ്ഞു പോവുകയാണ്. ബാക്കി എല്ലാത്തിനും ഓവറോൾ സ്കോർ കിട്ടിയിട്ടും എനിക്ക് ഒരു മൊഡ്യൂളിന് മാത്രം എപ്പോഴും സ്കോർ കുറഞ്ഞു പോവുകയായിരുന്നു. അങ്ങനെ 2 പ്രാവശ്യം എഴുതിയിട്ടും എനിക്ക് IELTS പാസ്സാവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ 2026 ഫെബ്രുവരി 4-ാം തീയതി വന്ന് ഉടമ്പടി എടുത്ത് 22ാമത്തെ ദിവസത്തേക്ക്, അതായത് ഫെബ്രുവരി 26-ാം തീയതിയിലേക്ക് ഞാൻ എൻ്റെ PT-യിലെ എക്സാം ബുക്ക് ചെയ്തു. എക്സാമിന് പോകാൻ നേരത്ത് ഞാൻ കാശിരൂപം, തൈലം, ഉപ്പ് എല്ലാം കൊണ്ട് പോയി. ഉപ്പിട്ട് എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ്, ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ആ സ്റ്റെപ്പിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. എക്സാം ടൈമിന് ഒരു 2 മണിക്കൂർ വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. ആ വെയിറ്റിംഗ് ടൈമിൽ ഞാൻ മുട്ടിപ്പായിട്ട് നിന്ന് പ്രാർത്ഥിച്ചു. കാരണം വരുന്ന പിള്ളേരുടെ എണ്ണം കുറവാണ്, കിട്ടാൻ വളരെ പാടാണെന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു. ഞാൻ എടുത്ത സെൻറ്ററും അതുപോലെ പാടുള്ളൊരു സെൻറ്ററായിരുന്നു. അപ്പോൾ ഇതൊക്കെ എനിക്കറിയാവുന്നിട്ട് പോലും ഞാൻ അമ്മേനെ വിശ്വസിച്ച് കാശിരൂപവും ഉപ്പും തൈലവും കൊണ്ട് പോയി എക്സാം എഴുതാൻ കയറി. കാശിരൂപം കയറ്റുന്നതല്ല എക്സാമിന്, പക്ഷേ എൻ്റെ കാശിരൂപം കണ്ടപ്പോൾ ആ സാറ് പറഞ്ഞു, കുഴപ്പമില്ല, കാശിരൂപമല്ലേ, കയറ്റിക്കോളാൻ പറഞ്ഞ് ഞാൻ എക്സാമിന് കയറ്റി. എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം, അതായത് 27-ാം തീയതി അതിരാവിലെ 1:36 എൻ്റെ റിസൾട്ട് വന്നു. PT-ക്ക് എനിക്ക് 90-ൽ 90 കിട്ടി. ഇനി PT കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫർ ലെറ്റർ വരിക. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യുക. ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ ഞാൻ ഓഫറിന് വേണ്ടി വെച്ചു. ഫെബ്രുവരി ഇൻടേക്ക് കഴിയാതെ ജൂലൈ ഇൻടേക്കിലേക്ക് ഓപ്പൺ ആവില്ല. ആപ്ലിക്കേഷൻസ് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഫെബ്രുവരിയിൽ എനിക്ക് PT കിട്ടിയെങ്കിലും മാർച്ചിലേക്ക് വേണ്ടി എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ മാർച്ച് 9-ാം തീയതി എനിക്കൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ കിട്ടുകയും അത് തുടർന്ന് ഞാൻ ബാങ്ക് ലോണിന് വേണ്ടി കൊടുക്കുകയെല്ലാം ചെയ്തു. അങ്ങനെ ബാങ്ക് ലോൺ ആവാൻ വരുമ്പോൾ ഏപ്രിൽ 20-ാം തീയതി എൻ്റെ ബാങ്ക് ലോൺ ആവുന്ന ഡേറ്റ് വന്നപ്പോൾ എനിക്ക് ഏജൻസിയിൽ നിന്ന് ഒരു കോൾ വന്നു. എന്നോട് പറഞ്ഞു, യുദ്ധം കാരണമൊക്കെ കൊണ്ട് യൂണിവേഴ്സിറ്റി ഒരു ഡിക്ലറേഷൻ ചെയ്തേക്കാണ്, ITR അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 12 ലക്ഷത്തിൽ നിന്ന് 16 ലക്ഷം കാണിക്കുന്ന സ്റ്റുഡൻസിനെയാണ് ഈ വരുന്ന 2027 ജൂലൈ ഇൻടേക്കിലേക്ക് അവർ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു.
ഞങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ് വെച്ച് നോക്കുമ്പോൾ 12 ലക്ഷം കാണിക്കാവുന്ന രീതിക്ക് എന്ന് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത്രയും മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അതങ്ങനെ ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് നോക്കട്ടെ, പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്ത് നോക്കട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ 2 ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇൻഫോർമേഷൻസ് ഒന്നുമില്ല, അവരൊരു ഡിക്ലറേഷനോ ഒന്നും ചെയ്തിട്ടില്ല. അവർ പറഞ്ഞു അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, യൂണിവേഴ്സിറ്റി മൊത്തം തീരുമാനിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തില്ല. ഞാൻ ഏപ്രിൽ 23-ാം തീയതിയിലേക്ക് ഒരു ഓഫറിന് വേണ്ടി സബ്മിറ്റ് ചെയ്തു. അന്ന് എനിക്ക് പിറ്റേ ദിവസത്തേക്ക് എനിക്ക് ഓഫർ കിട്ടി. അങ്ങനെ 24-ാം തീയതി ആയപ്പോഴത്തേക്കും ഞാൻ പോയി ബാങ്കിൽ സംസാരിച്ചു അവരോട്. അവർ പറഞ്ഞു നേരത്തെ സാങ്ഷൻ ആക്കി അത് എമൗണ്ടേ കിട്ടുള്ളൂ, യൂണിവേഴ്സിറ്റി വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ യൂണിവേഴ്സിറ്റി ചേഞ്ച് ചെയ്യാൻ ഇത് കൊടുത്തു. മെയ് 8-ാം തീയതിക്ക് മുമ്പ് എനിക്ക് ഫീസ് അടയ്ക്കണം, അല്ലെങ്കിൽ ലോൺ സാങ്ഷൻ ലെറ്റർ കാണിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഡേറ്റ് വന്നപ്പോൾ ഇയർ എൻഡ് ആയ കാരണം, ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ് ആയ കാരണം ബാങ്കിലൊക്കെ ഓഡിറ്റ് നടക്കുകയാണ്. അപ്പോൾ ഭയങ്കര പാടായിരുന്നു. അവരെനിക്ക് പറഞ്ഞു അത് ആ ടൈമിൽ എന്തായാലും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ യൂണിവേഴ്സിറ്റിനോട് ഒരു ടൈം നീട്ടി ചോദിച്ചു. അവരെനിക്ക് 15-ാം തീയതി വരെ ടൈം തന്നു. പക്ഷേ 15-ാം തീയതിക്ക് മുമ്പ് ഞാൻ സാങ്ഷൻ ലെറ്റർ വെക്കുകയും ചെയ്യണം. അതിന് മുമ്പ് ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ GS ഇൻ്റർവ്യൂ ഉണ്ട്, അത് ഞാൻ പാസ്സാവുകയും വേണം. അതിന് മുമ്പ് ഞാൻ പാസ്സായാൽ മാത്രമേ അവരെനിക്ക് COE ഇൻവോയ്സ് തരുള്ളൂ, ഫീസ് അടയ്ക്കാനുള്ള ഇൻവോയ്സ് തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാങ്കിലേക്ക് പോയി. മെയ് 7-ാം തീയതി ഞാൻ ബാങ്കിലേക്ക് പോയി. ഞാൻ ബാങ്കിൽ ഒരു ദിവസം മുഴുവൻ നിന്നു. ഞാൻ ബാങ്കിലേക്ക് കയറുന്നതിന് മുമ്പ് മാതാവിൻ്റെ ഉപ്പെടുത്ത് പുറത്തേക്ക് കയറുന്നതിന് ആ സ്റ്റെപ്പിൻ്റെ അവിടെ ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഇന്ന് എനിക്കിത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഈ കൊല്ലം പോകാൻ പറ്റില്ല. ഒരു ഇയർ ഗ്യാപ്പ് വന്നു എനിക്ക്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. വൈകിട്ട് 6:30 വരെ ഞാൻ അവിടെ നിന്നിട്ടും അവരെന്നോട് പറഞ്ഞു ഇന്നാക്കി തരാമെന്ന് പറഞ്ഞു. എനിക്ക് സാങ്ഷൻ ലെറ്റർ, ഞാൻ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് ഒരു 6:45 കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സാങ്ഷൻ ലെറ്റർ കിട്ടി. പക്ഷേ അതിൽ അക്കൗണ്ട് നമ്പർ ഉണ്ടായില്ല. അക്കൗണ്ട് നമ്പർ വേണമെങ്കിൽ ബാങ്ക് മാനേജർ വരണം, ബാങ്ക് മാനേജറിനാണ് അക്കൗണ്ട് നമ്പർ ഓപ്പൺ ആക്കാനുള്ള അധികാരമുള്ളൂ. പക്ഷേ ബാങ്ക് മാനേജർ മെഡിക്കൽ ലീവായിട്ട് പോയേക്കുമായിരുന്നു. ഇതെനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ മാനേജർ പോയേക്കുന്ന കാരണം അക്കൗണ്ട് നമ്പർ ഓപ്പൺ ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 15-ാം തീയതി വരെയുള്ള ടൈമിൻ്റെ അകത്ത് എനിക്ക് അവിടുത്തെ അസിസ്റ്റൻറ്റ് മാനേജർ സ്വന്തം വലിയ റിസ്ക് എടുത്ത് സാർ എനിക്ക് അക്കൗണ്ട് നമ്പർ ഓപ്പൺ ആക്കി തന്നു. അങ്ങനെ ഓപ്പൺ ആക്കി തന്ന് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ശരിയായി വെച്ചു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റ് ആണ്. അങ്ങനെ ഫീസ് അടച്ചു കഴിഞ്ഞ് വിസയ്ക്ക് വെക്കുന്ന ഒരു പ്രോസസ്സ് വരുന്നുണ്ട്. ഓസ്ട്രേലിയക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ വിസയ്ക്ക് ഡോക്യുമെൻറ്റേഷൻസ് ഒരുപാടാണ്. ഫിനാൻഷ്യൽ പാർട്ടൊക്കെ ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഏജൻസിക്കാർ പോലും നമ്മുടെ പേപ്പേഴ്സ് എടുക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ അവർ തന്നെ വെക്കില്ല. കാരണം അവർക്ക് അത്രയും വലിയ റിസ്ക് ആണ്. അവരുടെ ഒരു ഏജൻസിയുടെ പേര് പോവും, കാര്യങ്ങളൊക്കെ ഭയങ്കര അപകടത്തിലാവുന്ന ഒരു സ്ഥിതിക്ക് അവർ വെക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റേഷൻ എനിക്ക് ഒരു ആഴ്ചയാണ് സമയം തന്നത്. ജൂലൈ ഇൻടേക്കിലേക്ക് പോകേണ്ട എനിക്ക് ജൂൺ ആദ്യം ആകുമ്പോഴാണ് വിസയ്ക്ക് വയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ജൂൺ 2-ാം തീയതി ആയപ്പോഴത്തേക്കും വിസയ്ക്ക് ഫീസ് അടച്ചു. അപ്പോൾ 2 ദിവസം എനിക്ക് വെയിറ്റിംഗ് പീരീഡ് വന്നു. അവരെന്നോട് പറഞ്ഞു എൻ്റെ ഡോക്യുമെൻറ്റ്സിന് റിസ്ക് ഉണ്ട്, ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഒട്ടും സേഫ് അല്ല, റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നത്തേക്ക് വെക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ അവർ 1 വീക്ക് കഴിയുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, മാതാവേ എനിക്കിത് ഇനിയും പോകാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവുമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ 4-ാം തീയതി എനിക്കൊരു കോൾ വന്നു, മരിയ ഞങ്ങൾ വിസയ്ക്ക് വയ്ക്കാൻ പോവാണ്. 2 മാനേജർ ടയറിൽ അവർ നോക്കി, ഡോക്യുമെൻറ്റ്സിന് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു കുഴപ്പമുണ്ടെങ്കിൽ പോലും അത് അത്ര വലിയ വിഷയമാവില്ല, അതിനൊരു സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ എന്നോട് പറഞ്ഞു. ഞാനങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന് വിസയ്ക്ക് വെച്ച് ജൂൺ 4-ാം തീയതി ഞാൻ വിസയ്ക്ക് വെച്ചു. ജൂൺ 18-ാം തീയതി, അതായത് 2 ആഴ്ച കഴിഞ്ഞ് 15-ാമത്തെ ദിവസം എൻ്റെ വിസ വന്നു, വിസ ഗ്രാൻഡായി. ഇപ്പോൾ ഞാൻ ഈ വരുന്ന 3-ാം തീയതി, ജൂലൈ 3-ാം തീയതി ഓസ്ട്രേലിയക്ക് പോവുകയാണ്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇതിൻ്റെ ബാക്കി എൻ്റെ അമ്മയ്ക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പേര് മിന്നു. ഞാൻ മുന്നമേ എന്നെ അമ്മയുടെ പ്രതിഷേധത്തിൻ്റെ സാക്ഷിക്ക് മാറ്റിയതിന് മാതാവിന് ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ മകനാണ്. അവനിപ്പോൾ വന്നിട്ടില്ല. അവൻ്റെ കാര്യങ്ങൾ ഞാൻ അവനെയും കൂട്ടി വന്ന് പറയും. ഞാൻ എന്ത് ചോദിച്ചോ അതെൻ്റെ അമ്മ എനിക്ക് നിറയെ തന്നു. പിന്നെ ഞാൻ എൻ്റെ മകളുടെ കാര്യം ഇപ്പം മകൾ പറയുമ്പോൾ അവളുടെ വിദ്യാഭ്യാസവും അവൾക്കടെ നല്ല ഒരു പഠനത്തിന് വേണ്ടി ഓസ്ട്രേലിയക്കുള്ള ഇത് വെച്ചു. അത് അവൾക്ക് IELTS കിട്ടാൻ വൈകിയപ്പോൾ അവളും അത് ഉടമ്പടി എടുത്തു. അവളുടെ മാതാവ് അവൾക്കത് സാധിച്ചു കൊടുത്തു. എൻ്റെ പ്രാർത്ഥനയും ഒരുപാടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് 2-3 രോഗസൗഖ്യങ്ങളുണ്ടായി. എൻ്റെ തലയിൽ ഒരു വലത് ഭാഗത്തായിട്ടൊരു സിസ്റ്റ് ഉണ്ടായിരുന്നു. അതിങ്ങനെ ഞാൻ വലിയ കാര്യമൊന്നും ആക്കിയില്ല. ഞാൻ ഉടമ്പടി എടുത്ത തൈലമൊന്നും അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ ചീപ്പ് വെച്ചത് തലയെ ചെയ്യുന്ന സമയത്ത് ആ ചീപ്പ് ആ സിസ്റ്റിൽ കൊള്ളുകയും എൻ്റെ ആ ഭാഗം തലയുടെ വലത് ഭാഗം മരയിച്ച് എനിക്ക് കണ്ണിന് പോലും മങ്ങൽ പോലെ വന്നു. എനിക്ക് പേടിയായി. എൻ്റെ മകൾ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു നാളെ അച്ഛൻ്റെ തിങ്കളാഴ്ചയായിരുന്നു ആ ദിവസം. ഞാൻ പറഞ്ഞു നാളെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം നടക്കുന്ന ദിവസമാണ്. അപ്പോൾ എനിക്കൊരു കൊച്ചു ഷോപ്പുണ്ട്, ഒരു ബൊട്ടിക്ക്. ഞാൻ രാവിലെ പിറ്റേ ദിവസം
രാവിലെ ചൊവ്വാഴ്ച ഞാൻ മകളോട് പറഞ്ഞു, അമ്മ ഇന്നത്തെ ഉടമ്പടി ധ്യാനത്തിൽ സൗഖ്യം മേടിച്ചിട്ടേ വരികയുള്ളൂ എന്ന് ഇവളോട് പറഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ കാണണില്ല പറഞ്ഞിട്ട് പോയി. ഉടമ്പടി പ്രാർത്ഥനയുടെ ഇതിൻ്റെ ധ്യാനത്തിൻ്റെ സമയത്ത് രോഗസൗഖ്യ പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു കൈ നെഞ്ചത്ത് ഒരു കൈ സിസ്റ്റിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ടോക്ക് കേൾക്കുകയാണ്. തലയുടെ വലത്ത് ഭാഗത്ത് ഒരു സിസ്റ്റുള്ള മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നെന്ന്. എൻ്റെ കയ്യിൽ കൂടി ആ ഒരു, എനിക്കറിയില്ല, ഒരു പാട് പോലും ഇല്ലാതെ ആ സിസ്റ്റ് ഒഴുകി എൻ്റെ കയ്യിൽ ചാടിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ കണ്ണാടി നോക്കി ആ ഭാഗം, അവിടെ ഒരു അടയാളം പോലുമില്ല. എൻ്റെ മാതാവിന് ഈശോയ്ക്ക് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് തന്നത് 25 വർഷമായിട്ട് എൻ്റെ വലത് ഷോൾഡർ ഭയങ്കര വേദനയായിരുന്നു. ഞാൻ ആദ്യമൊക്കെ ഡോക്ടറെ കാണുമായിരുന്നു. ഞാൻ കണ്ട് മടുത്തു. ഞാൻ എന്തെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ ഇച്ചിരി കൈ അനക്കുന്ന എന്തെങ്കിലും ജോലി ചെയ്താൽ എനിക്ക് കൂടുതലായിട്ട് വരും. ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, മാതാവിൻ്റെ തൈലം തൊട്ട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്കറിയില്ല, അത് മാറിപ്പോയതുപോലെ ഞാൻ മറന്നുപോയി. എനിക്ക് ആ വേദന പൂർണ്ണമായിട്ടും മാതാവ് മാറ്റിത്തന്നു. അതുപോലെ എൻ്റെ മുട്ടുവേദന, ഞാൻ ഫസ്റ്റിൽ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എല്ലാവരും മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് എൻ്റെ മുട്ട് മടക്കാൻ പാടുണ്ടായില്ല. ഞാനിവിടെ ആ അരികത്ത് നിന്ന് ചാരി നിന്നിട്ട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ ഇവരൊക്കെ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, എനിക്കൊന്നും മുട്ട് മടക്കാൻ പോലും പറ്റണില്ല. ഞാൻ അന്ന് വീട്ടിൽ ചെന്നു. ഞാൻ ഇന്ന് ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിക്കും. ഞാൻ പിന്നെ സ്റ്റെപ്പൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ് സ്റ്റെപ്പ് കാരണമുണ്ട് എൻ്റെ മകനാണ് ചോദിച്ചത്, അമ്മയുടെ എന്തെല്ലാം ഇവിടെ പോയിന്ന്. അതും എൻ്റെ മാതാവ് തൊട്ട് സൗഖ്യപ്പെടുത്തി. അതുപോലെ ഒരു അമ്മ മായാജാലക്കാരിയാണെന്ന് ഞാൻ പല സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ട്. അതുപോലെ എൻ്റെ കാശ് രൂപ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു പൊട്ടിക്കുണ്ടായെന്ന്. ഞാൻ ഇന്നും ചെല്ലുമ്പോൾ കാശ് രൂപ മേശപ്പുറത്ത് ഡപ്പയിൽ എടുത്ത് വയ്ക്കും. അതെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഞാൻ കടയിൽ ഇന്നും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ 2-3 ഫ്രണ്ട്സ് വന്നു. 3-4 പേരുണ്ടായിരുന്നു. അവർ സാധനങ്ങളൊക്കെ എടുക്കണതിൻ്റെ ഇടയിൽ ഈ കാശ് രൂപം കണ്ടപ്പോൾ അവർ എന്നെ കളിയാക്കി, നിൻ്റെ ഒരു കൃപാസനം മാതാവെന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അവരുടെ കൂടെ ചിരിക്കാൻ കൂടി. അന്നേരം ആ ഒരു വൈബിൽ എന്തോ എനിക്കങ്ങനെ തോന്നി, ചിരിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരെല്ലാം പോയി. ഞാൻ എൻ്റെ കാശ് രൂപ എടുത്ത് ബാഗിൽ വയ്ക്കാൻ നോക്കിയപ്പോൾ എൻ്റെ കാശ് രൂപ ഡപ്പയിലില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഇവരോടും മക്കളോടും പറയുമായിരുന്നു, ഈ കാശ് രൂപ എനിക്ക് കോടി തരാമെന്ന് പറഞ്ഞാലും ഞാൻ ആർക്കും കൊടുക്കൂലെന്ന്. എനിക്ക് മനസ്സിലായി. ഞാൻ കളിയാക്കി, അവരുടെ കൂടെ കളിയാക്കാൻ കൂടിയിട്ടാന്ന്. ഞാൻ നോക്കി, കടയിലെല്ലാം നോക്കി, കണ്ടില്ല. ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും എടുത്തോ എന്ന് ചോദിച്ചു. അവരാരും എടുത്തില്ല. നിൻ്റെ ഡപ്പയിൽ തന്നെ ഉണ്ടായിരുന്നു, നീ നോക്ക്. ഞാൻ നോക്കി നടന്ന് കണ്ടില്ല. ഞാൻ അവിടെ ഇരുന്ന് കൈവച്ച് മേശയിലിരുന്ന് ഉറങ്ങിപ്പോയി. ഒരല്പനേരം കഴിഞ്ഞപ്പോൾ എന്നെ ആരോ തോണ്ടണ മാതിരി തോന്നി. ഞാൻ ഓർത്ത് എൻ്റെ ഏതെങ്കിലും കസ്റ്റമൈസ് ആമെന്ന് കരുതി. ഞാൻ നോക്കിയപ്പോൾ ആ ഡപ്പേ തന്നെ ആ കാശ് രൂപ ഇരിക്കണു. ഞാൻ മാതാവിനോട് 100,000 സോറി പറഞ്ഞു. ഞാൻ കളിയാക്കിയത് കൊണ്ട് എനിക്ക് അമ്മ തന്ന ശിക്ഷ. അതുപോലെ എനിക്ക് കുറേ ചെറുതും വലുതുമായി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടി. ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ സാക്ഷി എഴുതി കൊടുത്തപ്പോൾ സിസ്റ്ററോട് ഞാൻ പറഞ്ഞു, എനിക്ക് 2 സാക്ഷികളും കൂടി അടുത്ത തവണ പറയാനുണ്ടെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. ആ 2 കിട്ടുമെന്ന് ഉറപ്പാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ഞാൻ പോയി. 1 എൻ്റെ മകളുടെ വിസയും, 2 ഞാൻ എൻ്റെ മകളുടെ വിദേശ പഠനത്തിന് ഒരു പ്രോപ്പർട്ടി സെയിലിനായിട്ടായിരുന്നു. അതും എൻ്റെ മാതാവ് മകൾക്ക് വിസ മന്നേന് 1 ആഴ്ച മുമ്പ് ആ പ്രോപ്പർട്ടിയും വിറ്റു. ഞങ്ങൾക്ക് ഒരു കടവും ബാധ്യതയൊന്നുമില്ലാതെ എൻ്റെ മകള് ഈ 3-ാം തീയതി കയറിപ്പോവുകയാണ്. ഇത്രയൊക്കെ തന്ന മാതാവിന് ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, ഞങ്ങൾ അനാഥാലയങ്ങൾ, മറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും അതുപോലെ മാനസിക വെല്ലുവിളിയുള്ള പിള്ളേർ താമസിക്കുന്നിടത്തും അവരെ എല്ലാം പോയി ഫുഡ് കൊടുക്കും. പിന്നെ എൻ്റെ അടുത്ത് ആരെങ്കിലും സഹായം ചോദിച്ചു വന്നവരെ ഞാൻ സഹായിക്കും. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ ആ മാസം തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്മയ്ക്ക് അവരെ വീട് ഇടിഞ്ഞു പോയി. എന്നിട്ട് ഞാൻ 2 വർഷം അവരെ എൻ്റെ ഔട്ട് ഹൗസിൽ ഒന്നുമില്ലാതെ, ഒരു വാടകയൊന്നുമില്ലാതെ എനിക്ക് പറ്റുന്ന പോലെ അവർക്ക് ഫുഡും സഹായമൊക്കെ ചെയ്ത് അവരെ വീട് പണി പൂർത്തിയാവാൻ ഞങ്ങളും കൂടി സഹായിച്ച്, ആൾ സഹായവും ധനസഹായവും ഒക്കെ ആയിട്ട് ചെയ്ത് അവരെ വീട് പണിതിട്ടാണ് ഞാൻ അവരെ ആ വീട്ടിൽ നിന്ന് മാറ്റിയുള്ളൂ. അതെൻ്റെ ഒരു നല്ല കാരുണ്യപ്രവൃത്തിയായിട്ട് എനിക്ക് മനസ്സിന് നിറവുള്ളൊരു കാരുണ്യപ്രവൃത്തിയാണ്. പിന്നെ
പിന്നെ എനിക്ക് മാതാവ് എന്നും ഞാൻ വെളുപ്പിന് 5:30 എണിച്ച് പ്രാർത്ഥിക്കും. 3 ദിവസം എനിക്ക് എണിക്കാൻ പറ്റണില്ല, ഭയങ്കര ക്ഷീണവും മടിയും. ഞാൻ 3-ാമത്തെ ദിവസം കട്ടിലയിൽ എണിച്ച് ചെമ്പരം പടിഞ്ഞിരുന്ന് പറഞ്ഞു, മാതാവേ നീ എല്ലാവരെയും വന്ന് വിളിച്ചെണിപ്പിക്കണ്ട്, നിൻ്റെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധമൊക്കെ എനിക്ക് എപ്പോഴും കിട്ടുന്നുണ്ട്, നീ എൻ്റെ അടുത്ത് വന്നൊന്ന് വിളിച്ചെണിപ്പിക്കുക എന്നെ. നീ വെറുതെ എൻ്റെ അമ്മയോട് പാരായം പറയണ മാതിരി ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു. പിറ്റേ ദിവസം 5:12 മാതാവിൻ്റെ ഘടികാരം, നെഞ്ചത്ത് ഘടികാരം ചാർത്തി മാതാവ് എൻ്റെ ഡോറിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് എൻ്റെ കണ്ണ് ഞാൻ തുറന്ന് നോക്കുമ്പോൾ മാതാവ്, എനിക്കറിയില്ല സ്വപ്നമാണോ എന്താണോ, ഞാൻ എൻ്റെ അമ്മയെ കണ്ടു. 5:12 ക്ലോക്കിൽ. ഞാൻ വേഗം ചാടി എണിച്ചു, മാതാവിന് സ്തുതിയും നന്ദിയെല്ലാം പറഞ്ഞു, മാതാവിനെ കണ്ടു. അതുപോലെ എൻ്റെ മകളുടെ വിസ വെച്ച സമയത്ത് 6-7 പിള്ളേരുടെ വിസ റിജക്റ്റായിപ്പോയി. ഇവളെപ്പോഴും വന്ന് അവൻ്റെ അടുത്ത് പറയും, അമ്മേ ഇവരുടെയൊക്കെ എത്രയോ പേരുടെ വിസ റിജക്റ്റായി പോണു, എൻ്റെ വിസ റിജക്റ്റായി പോവുക അമ്മയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് ഒരു അടയാളം അമ്മ ചോദിച്ചിട്ടുണ്ട് മോനെ, അമ്മ ഉറപ്പ് തരാം. ഇവൾ പറഞ്ഞതിൻ്റെ 2-ാമത്തെ ദിവസം വെളുപ്പിന് ഞാൻ എൻ്റെ ചുറ്റും മഴവില്ല് സ്വപ്നം കണ്ടു. എനിക്ക് ഉറപ്പായി. ഞാൻ എൻ്റെ മകളുടെ അടുത്ത് പറഞ്ഞു, നീ പേടിക്കണ്ട, അമ്മ നിനക്ക് വിസ തന്നു നിന്നെ അനുഗ്രഹിക്കുമെന്ന്. ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നു. എനിക്ക് എൻ്റെ കുടുംബത്തിനും അനുഗ്രഹിച്ച മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാനായിട്ട് ഞങ്ങൾ പത്രങ്ങൾ വാങ്ങി എല്ലായിടത്തും, ബസ് സ്റ്റാൻഡുകളിലും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും എൻ്റെ അയൽവക്കത്തുള്ളവർക്കും, ചിലരൊക്കെ നമ്മളെ വഴക്ക് പറയും, തലതിരിക്കും, എന്നാലും ആദ്യം കാണിച്ച അവഗണനയൊന്നും പിന്നെ ഇല്ല. പിന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചു വാങ്ങാൻ തുടങ്ങി. എല്ലാവർക്കും പത്രം കൊടുക്കും, പറ്റണ ഇതെല്ലാം. അതുപോലെ നമുക്ക് കിട്ടിയ സാക്ഷ്യങ്ങളെല്ലാം ഓരോരുത്തരോട് പറയും. ഇങ്ങനെ കുറേ നേരം പോയി അവരുടെ അടുത്തിരുന്ന് സംസാരിക്കും. എനിക്ക് പറ്റുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ ആങ്ങളയുടെ വൈഫ് എല്ലാവരും ഉണ്ട്. അവരൊക്കെ ഉടമ്പടി എടുത്തവരാണ്. എനിക്ക് ഉറപ്പാണ്, ഈ മണ്ണിൽ നമ്മൾ കാല് കുത്തിയിട്ടുണ്ടോ, നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. അനുഗ്രഹങ്ങൾ കിട്ടാൻ വൈകി ഒന്നും തന്നില്ല, ഇതെന്താ ഇങ്ങനെയെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മളിവിടെ വന്ന് മാതാവിൻ്റെ മണ്ണിൽ കാല് വെച്ചോ, നമ്മൾ പേടിക്കണ്ട. നമുക്കെല്ലാം അമ്മ ഈശോയും നടത്തി തരും. ഈശോയുടെ വലിയ മഹത്വം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഞാനതിന് ശരിക്കും സാക്ഷിയാണ്. എനിക്ക് ഒരുപാട് പറയാനുണ്ട്, സമയപരിധി ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മളെല്ലാവരും എനിക്ക് ബൈബിൾ വായിക്കാൻ മടിയായിരുന്നു. ഞാൻ എന്നും ഓരോ അധ്യായം വായിച്ച് തീർത്ത് എങ്ങനെയെങ്കിലും തീർക്കാം അങ്ങനെയൊക്കെ ഓർക്കണ ആളായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടുന്ന സമയം മൊത്തം ഞാനിരുന്ന് ബൈബിൾ വായിക്കും. നേരത്തെ ഞാൻ യൂട്യൂബ് നോക്കുമായിരുന്നു. ഇപ്പോൾ ഞാനതെല്ലാം കുറച്ചൊന്നല്ല, അതെല്ലാം മാറി. സാക്ഷ്യങ്ങൾ കേൾക്കും, എപ്പോഴും വചനം വായിക്കും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അടുത്ത് സംസാരിക്കണവരോട് നമ്മൾ വചനം വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത് പറയാനായിട്ട് എന്താ പറയണ ഒരു കൃപയാണത്. എനിക്ക് അറിയില്ല, മാതാവ് ഞങ്ങളുടെ കുടുംബത്തെ തന്നെ മാറ്റിമറിച്ച് തന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പൈസയ്ക്കും എല്ലാത്തിനും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്കറിയില്ല, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴത്തേനും വഴക്കും ദേഷ്യവും അരിശവും ക്ഷമയില്ലായ്മയും. പക്ഷേ ഈ മണ്ണിൽ വന്ന് കാല് കുത്തി എല്ലാവരിലും വന്നു മാറ്റങ്ങൾ. ഞാനിനി എൻ്റെ മകനെയും കൊണ്ട് ഈ ആൾക്കാരെ കയറിയേക്കും. ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് ആദ്യമേ വന്നത്. എൻ്റെ മകനും കൂടി വന്ന് ഞാൻ സാക്ഷ്യം പറയുന്നതായിരിക്കും. മാതാവിനും ഈശോയ്ക്കും നന്ദി. കുർബാനയും കുമ്പസാരവും എല്ലാം ഞങ്ങൾ യാക്കോബായക്കാരാണ്. ഞങ്ങളുടെ കുമ്പസാരം എന്ന് പറയുമ്പം മാസത്തിലൊരിക്കൊക്കെ, എന്നാലും ഞങ്ങൾ സൗകര്യം പോലെ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിലൊക്കെ കുമ്പസാരിക്കും. അതുപോലെ തന്നെ ബൈബിൾ വായന എന്നും ഉണ്ട്. ബൈബിൾ വായിക്കണം, 1 അധ്യായം 2 അധ്യായം ഒന്നും അല്ല, അല്ലെങ്കിൽ അരമണിക്കൂറും അല്ല, കിട്ടണ സമയം മൊത്തം ബൈബിൾ വായിക്കുക. അതൊരു ദാഹമായിട്ടുണ്ട്. അച്ഛൻ പറയണ മാതിരി നമ്മൾ ഇഷ്ടപ്പെട്ട് എനിക്കറിയില്ലാത്ത അധ്യായം വാക്യങ്ങൾ ഞാൻ കുറേ നേരം വായിച്ചു നോക്കും, അത് മനസ്സിലാവുന്നവരെ. അതുപോലെ തന്നെ കൊന്ത ഞങ്ങൾക്ക് ഇല്ല എങ്കിലും ഞാൻ പുസ്തകം നോക്കി കൊന്ത ചൊല്ലി എനിക്കറിയാം കൊന്ത ചൊല്ലാൻ. ഇപ്പം ഞാൻ കൊന്ത ചൊല്ലുന്നുണ്ട്. മാതാവിനെ ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം വചനമാണ്. വചനം പറയുന്നത്, ഭയപ്പെടരുത്. ഭയത്തിനിടയിലും മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത്. മുന്നിലുള്ള ഉത്തരവാദിത്തങ്ങളും വെല്ലുവിളികളും കടന്നു പോകേണ്ട വഴികളും കാണുമ്പോൾ ഒരു പക്ഷേ നാം ഭയപ്പെടാം. ഏത് സാഹചര്യത്തിലൂടെ പോയാലും ഉടമ്പടിയിൽ നമുക്ക് ഉറപ്പ് നൽകുന്നത്
ഉറച്ച മനസ്സോടെ മുന്നോട്ട് പോകുവാനുള്ള ഒരു ധൈര്യമാണ്. ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത്. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ നമ്മെ ഓരോരുത്തരെയും ഭയം വിട്ട് വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനുള്ള ധൈര്യം നമുക്ക് നൽകുന്നു. ഇത് നമ്മൾ കടന്നു പോകുന്ന ഓരോ പോരാട്ടമായാലും ദൈവം നമ്മോട് കൂടെ ഉണ്ട്, പരിശുദ്ധമ്മ നമുക്കായി ഇടപെടും, നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നൊരു ഉറപ്പാണ് നമുക്കുള്ളത്. അങ്ങനെയുള്ള ഒരു ഉറപ്പുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് മീന എന്ന സഹോദരിയും മകൾ മരിയയെ നമ്മളോട് പങ്കുവച്ചത്. അമ്മയോട് ചോദിച്ചു, അമ്മേൻ്റെ വിസയുടെ കാര്യം എങ്ങനെയാകും, മറ്റുള്ള കുട്ടികൾക്കൊക്കെ റിജക്റ്റാണ്, എൻ്റെ കാര്യം എന്താകുമെന്ന് ചോദിച്ചപ്പോൾ തന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ഒരു മഴവില്ലിൽ കൂടെയാണ്. അവിടെയും ഈശോയും അമ്മയും പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന ജോഷുവ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ആ വചനമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. നാം എവിടെ പോയാലും, നാം എന്തിനു പോയാലും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മരിയൻ ഉടമ്പടി ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന വിശ്വാസമാണ്, ഒരു ഉറപ്പാണ് നമുക്ക് നൽകുന്നത്. ഉടമ്പടി ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാനുള്ള ഒരു പ്രതിജ്ഞയാണ്, ഒരു ജീവിത രീതിയാണ്. ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും പലപ്പോഴും നമ്മെ ഭയപ്പെടുത്താം. പക്ഷെങ്കിൽ ഉടമ്പടിയിലൂടെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നാം വിശ്വസിക്കുന്നത് ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നാണ്. ഉടമ്പടിയുടെ ഹൃദയം അനുസരണമാണ്. അവൻ പറയുന്നത് ചെയ്യുക എന്നാണ് പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നത്. പ്രാർത്ഥിക്കുക, വചനത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുമ്പോഴാണ് ദൈവം നമ്മെ നയിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരിക്കലും നമ്മെ വിടാത്ത ആ ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് അമ്മയുടെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, ആ അനുഭവത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ ആത്മാർത്ഥതയോടെ, തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മീനു ജോർജിനും മകൾ മരിയയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.